സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാണ്. ഒടുവില് ഇന്ദ്രനിട്ട് നല്ല പണി കൊടുത്തിട്ട് അഷ്ടമൂർത്തി നേരെ ലക്ഷ്മിയെ കാണാനായിട്ട് മേലേടത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് 50 പോയിന്റ് സ്വർണം അങ്ങോട്ടേക്ക് ലക്ഷ്മിയുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞപ്പോ ലക്ഷ്മി ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ? അല്ല, ഈ സ്വർണം പല്ലവിക്ക് കൊടുത്തില്ലേ? പല്ലവിക്ക് കൊടുക്കാൻ വേണ്ടിട്ടല്ലേ അഷ്ടമൂർത്തി ഞാൻ നിന്നത് വാങ്ങാൻ പറഞ്ഞേ, പിന്നെ എന്തിനാ ഇത് ഇവിടെ കൊണ്ടേ വെച്ചത്? ഇത് കേട്ട് കഴിഞ്ഞപ്പം അഷ്ടമൂർത്തി പറഞ്ഞു, അല്ല ഇത് വേണ്ടാന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞെന്നോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അത് കേട്ടപ്പോ മൂർത്തി ഒന്ന് ചിരിച്ചു. പിന്നീട് പറഞ്ഞു, അതെ, ഇങ്ങനെ ദാനം കിട്ടിയ സ്വർണം കൊണ്ട് പല്ലവിക്ക് വിവാഹം വേണ്ടെന്ന്. പല്ലവിക്ക് വേണ്ടത് നട്ടലുള്ളൊരു പുരുഷനെയാണ്. നട്ടലുള്ളൊരു പുരുഷൻ തന്റെ കഴുത്തിൽ താലി ആർത്തിയാ മതി, തനിക്ക് അത് മാത്രം മതിയെന്ന്. ഇത് കേട്ടതും രശ്മിയമ്മയുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായി. ആ സമയത്ത് മൂർത്തി പറഞ്ഞു, എന്തുകൊണ്ടും സേതുമാധവന് യോജിച്ച പെൺകുട്ടി തന്നെയാണ് പല്ലവി. സ്വത്തിനും പണത്തിനും ഒന്നുമല്ല അവള് മോഹിക്കുന്നേ. അവള് നട്ടുള്ളൊരു പുരുഷനെ, അതായത് സേതുമാധവൻ നട്ടുള്ള പുരുഷനാന്ന് അവള് വിചാരിക്കുന്നുണ്ട്. അത് മാത്രം മതി അവൾക്ക്. അത് കേട്ടതും ലക്ഷ്മിയമ്മ പറഞ്ഞു, അല്ലേലും എന്റെ സേതു. ലക്ഷ്മിയമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല മൂർത്തി. എന്റെ സേതുവിന് കിട്ടിയത് നല്ലൊരു ബന്ധം തന്നെയാ, നല്ലൊരു പെൺകുട്ടിയെ തന്നെയാ. പിന്നീട് ചോദിച്ചു, ഇന്ദ്രന്റെ കാര്യം എന്തായി? അവന്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. ഇനി അവൻ തലപൊക്കില്ല. അവനെ എടുത്തിട്ട് ഞാൻ പഞ്ഞിക്കിട്ടിട്ടുണ്ട്. ഇനി കല്യാണം മുടക്കാനാന്നും പറഞ്ഞുകൊണ്ട് അവൻ ഇനി ആരുടെ മുന്നിലേക്കും ചെന്ന് കയറില്ല. ലക്ഷ്മിയമ്മയ്ക്ക് സന്തോഷമായി. ആ സമയത്ത് പല്ലവി എന്ത് ചെയ്യുക, പുറത്തേക്ക് വന്നിട്ട് ഒരുങ്ങി വരുവാണ്. അപ്പോഴേക്കും ശോഭ എന്നിട്ട് ചോദിച്ചു, അല്ല മോളെ, നീ ഇത് എങ്ങോട്ടേക്ക് പോവാ? മൂതമ്മാഷ് പറഞ്ഞു, നീ ലീവാന്നല്ലേ പറഞ്ഞേ, പിന്നെ നീ ഇപ്പൊ എങ്ങോട്ടേക്ക് പോണേ? അത് പിന്നെ അച്ഛാ, ഇവിടെ ഇരുന്ന് വെറുതെ ബോറടിക്കുന്നുണ്ട്. ലൈബ്രറിയിൽ പോയി 2 ടെസ്റ്റ് എടുത്തോണ്ട് വരുവാണെങ്കിലേ വായിക്കാലോന്ന് ഓർത്തിട്ടാന്ന് പറയണം. ആ സമയത്ത് സേതുവിന്റെ കാർ അങ്ങോട്ട് വന്ന് ഇന്നേ. സേതു കാറിനകത്തുനിന്ന് ഇറങ്ങി. പല്ലവിക്ക് വല്ലാത്തൊരു വിമിഷ്ടം. അങ്ങനെ സേതു വന്നിട്ട് പറഞ്ഞു, എനിക്ക് പല്ലവിയോട് അല്പം സംസാരിക്കാറുണ്ട്. ഇത് കേട്ടതും ശോഭയും മൂന്നമാഷും അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. പിന്നീട് പല്ലവിയോട് ചോദിച്ചു, നീ എന്താ പല്ലവി, ഞാൻ എത്ര വട്ടം വിളിച്ചു, നീ ഒരു വട്ടം പോലും കോൾ എടുത്തില്ല. അല്ല, കോൾ എടുത്തില്ലെങ്കിൽ നിനക്കൊന്ന് തിരിച്ചു വിളിക്കാലോ. ഞാൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ, അതോ ഞാൻ എരിഞ്ഞു പോയോ, അതുപോലും അറിയാൻ വേണ്ടിട്ട് നീ ഒന്നും വിളിച്ചില്ലല്ലോ. അത് കേട്ടപ്പം പല്ലവി പറഞ്ഞു, സേതുവേട്ടൻ ഇത് പറയാൻ വേണ്ടി വന്നാണോ? സേതു പറഞ്ഞു, എനിക്ക് എന്തൊക്കെ പ്രതീക്ഷകളാണെന്നറിയായിരുന്നോ നമ്മളെ ജീവിതത്തെക്കുറിച്ച്. ഈ സമയത്ത് പല്ലവി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സേതുവേട്ടനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടായിരുന്നു. എനിക്ക് മനസ്സിലായി, ആ കരാർ എന്താളും നടക്കില്ല പല്ലവി. പൊന്നുമടത്തിന്ന് പൂർണ്ണിമ ഇങ്ങോട്ടേക്ക് വരത്തില്ല. അത് പ്രതീക്ഷിച്ച് നീ ഇരിക്കണ്ട. ഇനി പൂർണ്ണിമ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. അപ്പൊ അത് നിന്നോട് പറയാനും കൂടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് കേട്ടപ്പോ പല്ലവിയുടെ മുഖം ആകെപ്പാടെ മാറിപ്പോയി. പല്ലവി പറഞ്ഞു, സേതുവേട്ടാ, സേതുവേട്ടൻ അറിയാലോ ഞാൻ എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞെന്ന്. സേതു പറഞ്ഞു, ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പം നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒന്നാവാനും പോകുന്നില്ല. നിനക്ക് ഇനിയിപ്പൊ എന്നെ വേണ്ടെങ്കിൽ ശരി, സമ്മതിച്ചു, നമ്മൾ തമ്മിലുള്ള വിവാഹം വേണ്ട. പക്ഷെ ഞാൻ ഈ വിവാഹത്തെ കരുതി ഒരു താലി പണിയിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നിന്റെ കഴുത്തിൽ താലി ആർത്താനായിട്ട്. അപ്പൊ ആ താലി നിനക്ക് കൊണ്ടേ തരാൻ വേണ്ടി വന്നതാ. ഇനിയിപ്പൊ ഞാനിത് കൈവെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. എന്തിനാ ഞാനിത് കൈവെച്ചോണ്ടിരിക്കണേ? അത് വേറൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ ചാർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് പല്ലവി മാത്രമായിരുന്നു. പക്ഷെ ഇനിയിപ്പോ അത് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ആ താലിയുടെ ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവിയോട് പറഞ്ഞു, ഇതങ്ങോട്ട് വാങ്ങാൻ പറഞ്ഞിട്ട് പല്ലവിയുടെ നേരെ താലി നീട്ടുവാണ്. ഒരു നിമിഷം പല്ലവി ഞെട്ടിപ്പോയി. സേതുവേട്ടാ. പിന്നീട് പല്ലവിയുടെ കൈ അങ്ങോട്ട് പിടിച്ച കൈയിലേക്ക് ആ താലി അങ്ങോട്ട് വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? സേതു പല്ലവിയെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ശരി, വിധിയുണ്ടേ നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞിട്ട് സേതു അങ്ങ് തിരിഞ്ഞു നടക്കുക. പല്ലവി ഒരു നിമിഷം ഞെട്ടിപ്പോയി. പിന്നീട് സേതു അങ്ങോട്ട് പോയി കാറിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും പല്ലവി അവിടെ നിന്ന് വിളിച്ചു. സേതു ഏട്ടാന്ന് വിളിയായിരുന്നു. സേതു തിരിഞ്ഞു നോക്കി. ഇത് ഞാനും വരുന്നു എന്ന് പറയണം. പിന്നീട് സേതു ഒന്നും ചോദിച്ചില്ല. പല്ലവി എന്ന് കാറിലേക്ക് അങ്ങോട്ട് കയറി. അതെ, ഞാൻ പറയുന്നിടത്തേക്ക് വണ്ടി വിട, ഞാൻ വഴി പറഞ്ഞുതരാം. അപ്പോഴേക്കും അകത്തുണ്ടായിരുന്ന ശോഭ സേതുവിനുള്ള ചായ കേട്ട് വന്നു. കൂടെ മുകുന്ദമാഷും വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ആരുമില്ല. ഇവർ രണ്ടുപേരും ഇത് എവിടെ പോയി? അപ്പോഴേക്കും കാറ് പോകുന്ന കണ്ടു. സേതുവിന്റെ കൂടെ പല്ലവി പോയെന്ന് അവർക്ക് രണ്ടുപേർക്ക് മനസ്സിലായി. അവർക്ക് എന്താ കാര്യം ഒന്നൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. ഈ സമയത്ത് പല്ലവി വഴി പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു. കുറെ ദൂരം വണ്ടി ഓടി. അപ്പോഴേക്കും സേതു വെച്ചു, നമ്മളിത് എങ്ങോട്ടാ പോണേന്ന് ചോദിക്കാം. സേതുവിനെ ഇരിക്കെ, ഞാൻ പറയാം, ഞാൻ വഴി പറഞ്ഞു തരുന്നുണ്ടല്ലോ, ഞാൻ പറയുന്ന വഴിയെ തന്നെ വണ്ടി വിട്ടാൽ മതി എന്ന് പറയാ. അങ്ങനെ അവർ കുറെ ദൂരം അങ്ങോട്ടേക്ക് പോയി. കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ പല്ലവി പറഞ്ഞു, ഇവിടെ നിർത്ത്, എനിക്ക് 1-2 സാധനം മേടിക്കാണ്ട്, ഞാൻ ഇപ്പൊ തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് പല്ലവി എന്ത് ചെയ്യാണ്? പല്ലവി അവിടെ കണ്ട കടയിലേക്ക് അങ്ങോട്ട് കയറി. കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരുന്നുണ്ട്. സേതുവിന് എന്നിട്ടും ഒന്നും മനസ്സിലായില്ല. ഒടുവില് അവരൊരു ക്ഷേത്രത്തിന് അങ്ങോട്ടേക്ക് പോയി നിന്നു. പല്ലവി കാറിൽ നിന്ന് ഇറങ്ങി നേരെ ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് പോവാ. ഈ സമയത്ത് സേതു കാറിൽ തന്നെ ഇരിക്കുക.
കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സേതു പല്ലവി വരാതെ വന്നപ്പോഴത്തേനും സേതു കാറിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി ഇങ്ങനെ നോക്കുവാണ്. പല്ലവി ഇത് എതിലൂടെ പോയി എന്താണെന്നും അറിയത്തില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി അങ്ങോട്ടേക്ക് വന്നു. പല്ലവി വന്നിട്ട് സേതുവിനോട് ചോദിച്ചു, സേതു എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ, സേതു കൊണ്ട് അങ്ങോട്ടേക്ക് വരണില്ലേന്ന് ചോദിക്കാം. ഞാനോ, ഇങ്ങോട്ട് വാ സേതുവേട്ടാ എന്നും പറഞ്ഞിട്ട് സേതുവിന്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. അങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാ. ഒരു നിമിഷം സേതു വെച്ച് പല്ലവി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവർ ക്ഷേത്രത്തിലേക്ക് ചെന്നിട്ട് പല്ലവി സേതുവിനോട് പറഞ്ഞു, അതെ കണ്ണടച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചു, നല്ലൊരു ജീവിതം തരണേന്ന്. ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയണേ? സേതുവിന് എന്നിട്ട് മനസ്സിലായില്ല. അപ്പോഴേക്കും തിരുമേനി ഇറങ്ങി വന്നു. തിരുമേനി വന്നിട്ട് പറഞ്ഞു, രണ്ടുപേർക്കും നല്ല സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആശംസിക്കുവാണ്. അതിനുശേഷം കയ്യിൽ പൂജിച്ചു വെച്ചിരുന്ന ആ താലി, ആ ഇലച്ചിന്തിൽ അതങ്ങോട്ട് കൊടുത്തു പല്ലവിയുടെ കയ്യിലേക്ക്. പല്ലവി അത് വാങ്ങി. അപ്പോഴേക്ക് സേതു അതിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും താൻ കൊടുത്ത താലി അത് പൂജിച്ച് അങ്ങനെ തിരുമേനി കൊടുത്തിരിക്കുന്നു. പിന്നീട് സേതുവിനോട് പല്ലവി പറഞ്ഞു, സേതുവേട്ടാ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അത് നമ്മൾ നശിപ്പിച്ച് കളയാനായിട്ട് പാടില്ല. നമ്മുടെ ജീവിതം നമ്മളായിട്ട് തന്നെ തിരഞ്ഞെടുക്കണം. ഞാൻ സേതുവേട്ടനെ ഒരിക്കലും കൈവിട്ട് കളയില്ല. സേതുവേട്ടൻ അങ്ങനെ ഒരു ചിന്തയുണ്ടോ? എനിക്ക് സേതുവേട്ടൻ ഇല്ലാതെ മുന്നോട്ട് ജീവിക്കാൻ പോലും പറ്റില്ല. ഞാൻ പക്ഷേ ആ സ്വർണ്ണത്തിന്റെ കാര്യം പറഞ്ഞ് എന്തുകൊണ്ടാണെന്നറിയാവോ? എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ കാണുന്ന ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് മാത്രമാണ് പൂർണ്ണാമ്മയോട് ഞാൻ പറഞ്ഞത് വീട്ടിൽ വന്നിട്ട് എൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കാനായിട്ട്. കാരണം ഞാൻ ആ വീട് വിട്ട് ഇറങ്ങുന്ന കഴിയുമ്പോഴത്തേനും ഒരു പൊന്നിന്റെ പോലും ഒരു ഭാരം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നെഞ്ചിലുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ്. അത് കേട്ടത് സേതു പറഞ്ഞു, പല്ലവി ഞാൻ അല്ലാതെ സേതുവേട്ടനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നും അല്ല കേട്ടോ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാനൊരു ഭാരമാവില്ലെന്ന് കരുതിയിട്ട് മാത്രമാണ്. കാരണം ഞാൻ സേതുവേട്ടൻ്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങി വന്നാലും നാളെ അവര് എന്നെ വിവാഹം കഴിപ്പിച്ചതിൻ്റെ പേരിൽ അവിടെ കിടന്ന് പെടാപ്പാട് പെടാൻ പാടില്ല. ഈ സമയത്ത് സേതു പറഞ്ഞു, എനിക്കും മനസ്സിലാവുന്നുണ്ട് പല്ലവി. സേതുവിനോട് പല്ലവി പറഞ്ഞു, എനിക്ക് സേതുവേട്ടനില്ലാതെ വേറൊരു പുരുഷന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ നമ്മളെ തോൽപ്പിക്കാനായിട്ട് നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാക്കാനായിട്ട് പലരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇനി നമുക്ക് പാടില്ല. നമ്മൾ രണ്ടും ഒന്നാകാൻ വേണ്ടി പോവാണ്. സേതുവേട്ടൻ എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ ഈ താലിയെടുത്ത് ഇപ്പം എൻ്റെ കഴുത്തിലേക്ക് ചാർത്തണം. ഇത് കേട്ടപ്പോൾ സേതു ഒരു നിമിഷം ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് സേതുവേട്ടൻ മാത്രമായിരിക്കും, അല്ലാതെ വേറെ ആരുമില്ല. ആ ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ പറയണേ. സേതുവേട്ടൻ ഇനിയിപ്പം വീട്ടുകാരെല്ലാവരും കൂടെ ഇവിടെ വേണമെങ്കിൽ, അല്ലെങ്കിൽ കൈ പിടിച്ചു തരാനായിട്ട് ആരെങ്കിലും വേണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സേതുവേട്ടൻ എൻ്റെ കഴുത്തിൽ താലി ആർത്തണ്ട. അല്ല, സേതുവേട്ടന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി. പിന്നീട് സേതു പല്ലവിനെ ഒന്ന് നോക്കി. പിന്നെ ഒന്നും നോക്കാനില്ലായിരുന്നു സേതുവിന്. സേതു പതുക്കി ആ താലിയെടുത്ത് പല്ലവിയുടെ കഴുത്തേലേക്ക് കൊണ്ട് കെട്ടുവാണ്. സർവ്വവിധ പ്രാർത്ഥനകളും കൂടിയിട്ട് കൈകൂപ്പി പല്ലവി നിൽക്കുക. അങ്ങനെ ആ തിരുനടയിൽ വെച്ച്, ഭഗവാന്റെ തിരുനടയിൽ വെച്ച് ഒരു കൊട്ടും കുരവയും മേളവും ഒന്നുമില്ലാതെ പല്ലവിയുടെ കഴുത്തിൽ സേതു താലിയാർത്തി. കാരണം ഇത്രയും നാളുണ്ടായ പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്ത് ഓരോ ദിവസം ഓരോരോ പ്രശ്നങ്ങളായിരുന്നു പല്ലവിക്ക് സേതുവിനും ഉണ്ടായിരുന്നത്. ഒടുവിൽ പല്ലവിക്ക് തന്നെ മനസ്സിലായി, ഇനി ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ശരിയാകത്തില്ലെന്ന്. അപ്പൊ ഇത് മാത്രം ഒരു വഴിയുള്ളൂ. അങ്ങനെ ഒടുവിൽ പല്ലവി സേതു കൂടെ വിവാഹിതരാകുവാണ്. അപ്പൊ അതിന്റെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. എന്തായാലും ഇന്ദ്രനെ കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇന്ദ്രൻ തല പൊക്കിയാൽ തന്നെ ആ പത്തി നോക്കി നല്ല അടി തന്നെ സേതുവും പല്ലവിയും കൊടുക്കുക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.